2024 കേരള ബോക്സ് ഓഫീസിൽ വൻപൻ തള്ളിമറിക്കലിലൂടെ ഒരു വൻപൻ കളക്ഷൻ നേടിയെടുത്ത ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ. 2025 വരുമ്പോൾ വൻപൻ തള്ളിമറിക്കലും അതോടൊപ്പം തന്നെ കുറേയധികം വിവാദങ്ങളും കുത്തിനിറച്ച് ബോക്സ് ഓഫീസിൽ ഒരു വൻപൻ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനിൽ 200 കോടി ക്ലബിലെത്തുന്ന ആദ്യത്തെ സിനിമയാണ് എമ്പുരാൻ. ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിലെത്തുന്ന ആദ്യത്തെ സിനിമയായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. ഇനി ഈ ഒരു റെക്കോർഡ് തിരുത്തണമെങ്കിൽ മറ്റൊരു മോഹൻലാൽ ചിത്രം വരണം എന്നുള്ളതാണ് ഏറെക്കുറെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം. ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം പാർട്ട് ആയതുകൊണ്ട് തന്നെ ലൂസിഫറുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബിലോ ആവറേജ് നിലവാരം പുലർത്തുന്ന ഒരു സിനിമ മാത്രമാണ് എമ്പുരാൻ. ലൂസിഫർ എന്ന സിനിമയിലെ ഓരോ ചെറിയ കഥാപാത്രങ്ങളും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിലനിൽപ്പുണ്ട്. എന്നാൽ എമ്പുരാനിലേക്ക് വരുമ്പോൾ പടം കണ്ടിറങ്ങുന്നതിനോടൊപ്പം അതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയി എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു ചാനലിൽ തന്നെ ഫസ്റ്റ് ഡേ ഫാൻ ഷോയുടെ 3 മണിക്കത്തെ സെലിബ്രേഷൻ വീഡിയോയും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫാൻ ഷോ കഴിഞ്ഞ ഫാൻസുകാരോട് ചോദിച്ചപ്പോൾ അവർക്കും പറയാനുള്ളത് ഇതേ മറുപടി തന്നെയായിരുന്നു. ലൂസിഫറുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരു ബിലോ ആവറേജ് അനുഭവം മാത്രമാണ് എമ്പുരാൻ സമ്മാനിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഈ പറയുന്ന വിവാദങ്ങൾക്കും ഈ തള്ളിമറിക്കലുകൾക്കും ഒത്ത് ഉയരാൻ കഴിഞ്ഞ ഒരു സിനിമയാണോ എമ്പുരാൻ? പടം കണ്ട പ്രേക്ഷകർ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.